റെസ്റ്റ് ഇൻ പീസ് എന്നൊക്കെ പറഞ്ഞ് ആദരാഞ്ജലികൾ, രേണുവിന് ആദരാഞ്ജലികൾ നേർന്ന് ബ്ലോഗർ സിബി എന്നൊക്കെ പറഞ്ഞു. രേണു സുധി എന്ന വ്യക്തിയുമായി ബന്ധപ്പെട്ട് ഇനി ഒരു വീഡിയോ പോലും ചെയ്യരുത് എന്നൊരാഗ്രഹം എനിക്കുണ്ടായിരുന്നു. നിങ്ങളിൽ ഭൂരിഭാഗം ആളുകളും ഇപ്പൊ തന്നെ കമന്റ് ബോക്സിന്റെ അടിയിൽ വന്ന് പറയും, ബ്രോ നിർത്ത് ബ്രോ, വേണ്ട അവരുമായി ബന്ധപ്പെട്ട് വീഡിയോ ചെയ്യണ്ട എന്ന്. അങ്ങനെ പറയാൻ പോകുന്നവരോട് തുടക്കത്തിൽ തന്നെ ഞാനൊരു കാര്യം പറയാം. രേണു സുധി എന്ന വ്യക്തിയെ നല്ല രീതിയിൽ വിമർശിച്ച ഒരു വ്യക്തിയാണ് ഞാൻ. എൻ്റെ കണ്ണിലൂടെ നോക്കുമ്പോൾ അവർ ചെയ്യുന്ന ചില കാര്യങ്ങളിൽ തെറ്റുണ്ട് എന്ന് തോന്നിയപ്പോഴൊക്കെ തെറ്റാണ് ചെയ്യുന്നത് എന്നിവിടെ ഇരുന്ന് പറഞ്ഞൊരു വ്യക്തിയാണ് ഞാൻ. എന്ന് വെച്ച് അവർക്കൊരു ദുർഘട നിമിഷം വരുമ്പോൾ, അവർക്കൊരു അസുഖം വരുമ്പോൾ അവരെ കുറേ ആളുകൾ ഒരു സൈഡിൽ നിന്ന് വന്ന് ആ അസുഖത്തെ ചൊല്ലി കളിയാക്കുമ്പോഴും കുറ്റപ്പെടുത്തുമ്പോഴും ആ ചെയ്യുന്നത് തെറ്റാണ് എന്നിവിടെ ഇരുന്ന് പറയാൻ എനിക്ക് റൈറ്റ്സ് ഇല്ലേ? എല്ലാം വിടും. ഞാൻ നടന്നു പോകുമ്പോൾ രേണു സുധി എന്ന് പറയുന്ന വ്യക്തി ഒരു കുഴിയിൽ വീണ് കിടക്കുകയാണ്. അവർ ചെയ്ത ചില കാര്യങ്ങൾ, നേരത്തെ ചെയ്തിരുന്ന ചില കാര്യങ്ങൾ എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല. അത് നമ്മൾ, അല്ലെങ്കിൽ നിങ്ങൾക്ക് പോലും ഇഷ്ടപ്പെടാത്ത കാര്യങ്ങളുണ്ട്. നമ്മുടെ കണ്ണിലൂടെ നോക്കിയപ്പോൾ തെറ്റെന്ന് തോന്നി, നമ്മൾ അതിനെ വിമർശിച്ചു. എന്ന് വെച്ച് ഇപ്പോഴും നമ്മൾ റോട്ടിലൂടെ നടന്നു പോകുമ്പോൾ അവരൊരു കുഴിയിൽ വീണ് കിടക്കുമ്പോൾ അവരെ തിരിഞ്ഞു നോക്കാതെ പോകണമെന്നാണോ നിങ്ങൾ പറയുന്നത്? എനിക്ക് മനസ്സിലാവുന്നില്ല. ഇപ്പോഴത്തെ അവരുടെ ഒരു സിറ്റുവേഷൻ സീരിയസ്ലി ഒരാൾക്ക് പോലും വരരുതേ എന്ന് നമ്മൾ എല്ലാവരും, ഞാൻ ഇതിനു മുമ്പും പറഞ്ഞൊരു കാര്യമാണ്. ഇവരുമായി ബന്ധപ്പെട്ട് ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ ഇവർക്ക് ഇങ്ങനെ ഒരു അസുഖമുണ്ട് എന്നൊക്കെ കരക്കമ്പികൾ കേട്ടപ്പോഴൊക്കെ പറഞ്ഞൊരു കാര്യമാണ്, ദൈവമേ അവർക്ക് അങ്ങനെ ഒരു അസുഖമൊന്നും വരുത്തരുതേ, നമ്മുടെ ശത്രുക്കൾക്ക് പോലും അങ്ങനെ ഒരു അസുഖം വരരുത്. കാരണം അതിൻ്റെ വേദന അത് ചെറുതല്ല അല്ലേ? സോ അങ്ങനെ ഒരു വേദനയിലൂടെ അവർ കടന്നു പൊക്കോണ്ടിരിക്കുമ്പോൾ വളരെ മോശമായിട്ടുള്ള രീതിയിൽ ആദരാഞ്ജലികൾ എന്നൊക്കെ പറഞ്ഞ് പോസ്റ്റർ അടിച്ച് വിടുന്നവന്മാരോടാണ്. എങ്ങനെ പറ്റുന്നടാ ഇങ്ങനെയൊക്കെ? എങ്ങനെ പറ്റുന്നു? അവരുടെ പേരിൽ കാശ് പിരിക്കുക. ഒന്നും കൊടുത്തില്ലെങ്കിലും വേണ്ടതല്ല, മനസ്സിലായോ? ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ചെയ്യാതിരുന്നൂടെ? ഞാനിവിടെ ഒരു പോസ്റ്റർ കാണിച്ചു തരാം. ഒരു സിബി ചിരിക്കുടുക്ക അങ്ങനെ കണ്ട പറയുന്ന ഒരുത്തിന് ഇട്ടതാണ്, റെസ്റ്റ് ഇൻ പീസ് എന്നൊക്കെ പറഞ്ഞ് ആദരാഞ്ജലികൾ, രേണുവിന് ആദരാഞ്ജലികൾ നേർന്ന് ബ്ലോഗർ സിബി എന്നൊക്കെ പറഞ്ഞ് ഒരു പോസ്റ്റർ കണ്ടു. എങ്ങനെ പറ്റുന്നു ഇങ്ങനെയൊക്കെ? നമ്മളൊക്കെ, അല്ലെങ്കിൽ ഞാനാണെങ്കിൽ പോലും ഇവരുമായി ബന്ധപ്പെട്ട് ഈ സബ്സ്ക്രിപ്ഷനിൽ വരുന്ന വീഡിയോകൾ അല്ലെങ്കിൽ മുമ്പത്തെ പല കഥകൾ, ഇതിനകത്തൊക്കെ ചില പരിപാടികളൊക്കെ നമ്മൾ കണ്ടപ്പോൾ അതിനെയൊക്കെയാണ് എടുത്ത് വിമർശിച്ചിരിക്കുന്നത്. അല്ലാതെ ഇങ്ങനെയുള്ള പരിപാടികളൊന്നും നമ്മളാരും ചെയ്യാൻ പോയിട്ടില്ല. ഞാൻ കണ്ടിട്ടുമില്ല കേട്ടോ ആരും ചെയ്ത്. ഇപ്പോൾ ഇവർക്ക് ഇങ്ങനെ ഒരു അസുഖം ഉണ്ടെന്ന് അറിഞ്ഞതിന് ശേഷം പോലും ഈ റിയാക്ഷൻ ചെയ്യുന്നവരാണെങ്കിൽ പോലും അധികം ഒന്നും മിണ്ടാൻ പോകുന്നത് കാണുന്നില്ല. കാരണം ഇനി ചെയ്യില്ല ആരും. കാരണം ഒരു ലിമിറ്റ് ഉണ്ട് എല്ലാത്തിനും. ആ ലിമിറ്റൊക്കെ കഴിഞ്ഞു. ഇനി പറ്റുന്നത് അവരെ എന്തെങ്കിലും നമ്മളെ കൊണ്ട് വിഷമിപ്പിക്കാതെ നമുക്കൊരു സപ്പോർട്ട്. ഞാൻ അതാണ് മെയിനായിട്ട് ഈ വീഡിയോ ചെയ്യാനുള്ളൊരു കാരണം. നമ്മൾ ഒരുപാട് വിമർശിച്ചിട്ടുള്ള അവരെ നമ്മളൊരു വീഡിയോയിലൂടെ ഇച്ചിരിയെങ്കിലും അവരെ ഒന്ന് സപ്പോർട്ട് ചെയ്യുന്ന ചിലപ്പോൾ കണ്ടു കഴിഞ്ഞാൽ അവർക്കൊരാശ്വാസം. നമ്മളെ കൊണ്ടൊക്കെ അതല്ലേ ചെയ്യാൻ പറ്റുള്ളൂ. അവരുടെ കമന്റ് ബോക്സിൽ പണ്ട് പൂര തെറി വിളിച്ചിരുന്ന പല ആളുകളും ഇന്ന് ഒരുപാട് ആളുകൾ അവരെ സപ്പോർട്ട് ചെയ്യുന്ന കാണുമ്പോൾ സത്യം പറഞ്ഞ സന്തോഷമുണ്ട്. ഒരു അസുഖം വന്നപ്പോഴെങ്കിലും ഉണ്ടല്ലോ, തെറി പറയുന്നില്ലല്ലോ. എന്നാൽ ഒരു സൈഡിലൂടെ ഇതിൻ്റെ ഇടയ്ക്ക് എന്താ ഇങ്ങനെയുള്ള കുറേ ആളുകളുണ്ട്. അതുകൊണ്ട് മാത്രമാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. എന്താണെങ്കിലും രേണു കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്, നമുക്കിനി അത് കേൾക്കാം, എന്നിട്ട് ബാക്കി കാര്യങ്ങൾ സംസാരിക്കാം. പിന്നെ ഞാനൊരു കാര്യം പറയാനാണ് വന്നത്. പ്രത്യേകിച്ച് എൻ്റെ പേരിൽ എന്തോ പിരിവ് നടത്തുന്നുണ്ടെന്ന് ഞാൻ അറിഞ്ഞു. പക്ഷെ ഒരിക്കലും ഞാൻ അറിഞ്ഞിട്ടാണ് എന്ന് നിങ്ങൾ ഒരിക്കലും പറയില്ല. ഞാൻ അറിഞ്ഞിട്ടല്ല, എൻ്റെ സമ്മതത്തോടു കൂടിയല്ല. മനസ്സിലായോ? ഞാൻ ഒരിക്കലും ആരോടും പറഞ്ഞിട്ടില്ല എൻ്റെ അസുഖത്തിന് വേണ്ടി പിരിക്കണം എന്ന്, ഒന്നും ഒരിക്കലും പറഞ്ഞിട്ടില്ല. നിങ്ങൾ എന്നെക്കുറിച്ച് പ്രാർത്ഥിച്ചില്ലെങ്കിലും കഴിഞ്ഞ ദിവസം ചെയ്ത പോലെ ആദരാഞ്ജലികൾ പോസ്റ്റൊക്കെ ഇടാതിരിക്കുക. കാരണം എന്നെ സ്നേഹിക്കുന്ന ഒരുപാട് പേരുണ്ട്. എൻ്റെ കുഞ്ഞു മോനുണ്ട്, അവർക്കൊക്കെ കാണുമ്പോൾ അത് വിഷമമാകും. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇപ്പം ഞാൻ എൻ്റെ ബെഡ്റൂമിലാണ്. ഞാൻ കൈക്ക് വയ്യ, എന്നാലും ഞാൻ ഈ ഡ്രസ്സ് ഇട്ടുകൊണ്ട് എനിക്ക് ഇച്ചിരി വേദന ഉണ്ടെന്ന് വീഡിയോ ഇടാൻ വേണ്ടിയിട്ട് ഇട്ടതാണ്. ഒരുപാട് പേര് എൻ്റെ അസുഖം അറിഞ്ഞ് ഒരുപാട് പേര് ആശ്വസിപ്പിക്കുന്നുണ്ട്, അതുപോലെ സഹായിക്കുന്നുണ്ട്, ഞാൻ ചോദിക്കാതെ തന്നെ. പിന്നെ ഞാനൊരു കാര്യം പറയാനാണ് വന്നത്. പ്രത്യേകിച്ച് എൻ്റെ പേരിൽ എന്തോ പിരിവ് നടത്തുന്നുണ്ടെന്ന് ഞാൻ അറിഞ്ഞു. പക്ഷെ ഒരിക്കലും ഞാൻ അറിഞ്ഞിട്ടാണ് എന്ന് നിങ്ങൾ ഒരിക്കലും പറയില്ല. ഞാൻ അറിഞ്ഞിട്ടല്ല, എൻ്റെ സമ്മതത്തോടു കൂടിയല്ല. മനസ്സിലായോ? ഞാൻ ഒരിക്കലും ആരോടും പറഞ്ഞിട്ടില്ല എൻ്റെ അസുഖത്തിന് വേണ്ടി പിരിക്കണം എന്ന്, ഒന്നും ഒരിക്കലും പറഞ്ഞിട്ടില്ല. എന്നെ സ്നേഹിക്കുന്നവർ എനിക്ക് ഒന്ന് കരിഷ്മനെ വിളിക്കാറുണ്ട്, എന്നെ വിളിക്കുക. എൻ്റെ കരിഷ്മ എന്ന് പറഞ്ഞാൽ എൻ്റെ ഒഫീഷ്യൽ മാനേജറാണ്. അവളെ കോണ്ടാക്ട് ചെയ്താൽ മതി, അവൾ എന്നെ അറിയിച്ചോളും.
നിങ്ങൾ ഒന്നെങ്കിൽ നേരിട്ട് എൻ്റെ നമ്പറുള്ളവർ നേരിട്ട് എന്നെ കോൺടാക്ട് ചെയ്യുക, അല്ലെങ്കിൽ കരീഷ്മ വഴി കോൺടാക്ട് ചെയ്യുക, എന്നെ അവൾ അറിയിച്ചോളും കേട്ടോ. അല്ല, ഞാൻ ഒരിക്കലും ഒരു പിരിവിൻ്റെ കാര്യമോ ഞാൻ ആവശ്യപ്പെട്ടിട്ടില്ല. ദയവ് ചെയ്ത് നിങ്ങളങ്ങനെ എവിടെയെങ്കിലും എന്നെപ്പറ്റി പിരിക്കുന്നത് കണ്ടാൽ നിങ്ങൾ, ഞാൻ അറിഞ്ഞുകൊണ്ടല്ല, അത് എൻ്റെ ഉത്തരവാദിത്തത്തിലും അല്ല. ഞാൻ ഒരിക്കലും ഒരു പിരിവ് ആവശ്യപ്പെടുന്ന ഒരു വ്യക്തിയേ അല്ല. എന്നെ സ്നേഹിക്കുന്ന ഒരുപാട് പേരുണ്ട്. അവരൊക്കെ എന്നെ വന്ന് കാണുകയും എനിക്ക് അത്രയും സന്തോഷം. അല്ലാത്ത ആൾക്കാർ, എന്നെ അറിയാത്ത ഒരു കരീഷ്മ, എൻ്റെ മാനേജർ, അവൾക്കാണ് പൂർണ്ണ ഉത്തരവാദിത്തം. ബാക്കി ഞാൻ കേൾപ്പിക്കാമേ. ആദ്യമേ തന്നെ ഞാനൊരു കാര്യം പറയാം. ഇതുപോലുള്ള ഫ്രോഡ് പരിപാടികൾ നമ്മൾ കുറേ കാണുന്നതാണ് സോഷ്യൽ മീഡിയ വഴി. അതിപ്പോൾ രേണുവിൻ്റെ പേരിലും നടക്കുന്നു, അത്രേ ഉള്ളൂ. അതായത് രേണുവിന് സഹായം ചെയ്യുക, അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ എന്തെങ്കിലുമൊക്കെ പോസ്റ്റ് കണ്ടാൽ ഒരിക്കലും അതിനകത്ത് കാണുന്ന നമ്പറിലോ ഒന്നും കോൺടാക്ട് ചെയ്യാനോ അല്ലെങ്കിൽ ഇങ്ങനെ പൈസ ഗൂഗിൾ പേ വഴി ഇടാനോ പരിപാടിക്കോ ഒന്നും പോകാതിരിക്കുക. അത് ആദ്യത്തെ കാര്യം. പിന്നെ പൈസ കൊടുത്ത് ആരും അവരെ സഹായിക്കാൻ നിൽക്കണമെന്നില്ല, മനസ്സിലായോ? അത് ഇപ്പോൾ അവർക്ക് ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അവരുടെ കയ്യിൽ അത്യാവശ്യമുള്ള പൈസ കാണും എന്ന് വെച്ചിട്ട് പൈസ കൊടുക്കാതിരിക്കണമെന്നല്ല. നമ്മളെ കൊണ്ട് കൊടുക്കാൻ പറ്റുന്ന ഒരു രീതി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. അതായത് നമ്മുടെയൊക്കെ ഈ വീഡിയോ കണ്ടു കഴിയുമ്പോഴത്തേക്ക് എല്ലാവരും ഇനി തൊട്ട്, ഞാൻ ഇതിനു മുമ്പ് ഒരിക്കലും അവരുടെ പരിപാടികൾ കാണണ്ട എന്നൊക്കെ പറഞ്ഞ് തള്ളിവിട്ടിട്ടുള്ള ഒരാളാണ്. കാരണം അങ്ങനെയുള്ള പരിപാടികളായിരുന്നു അന്ന് നടന്നുകൊണ്ടിരുന്നത്, അതുകൊണ്ട് മാത്രം. എന്നാൽ ഇപ്പോൾ നമ്മൾ അവരുടെ വീഡിയോകൾ കാണണം, മനസ്സിലായോ? ആത്മാർത്ഥമായിട്ട് ഞാൻ പറയുകയാണ്, നമ്മൾ അവരുടെ വീഡിയോകൾ കാണണം. യൂട്യൂബിൽ അവരിടുന്ന വീഡിയോകൾ കാണുക. അതുപോലെ തന്നെ രേണു കാണുന്നുണ്ട് ഈ വീഡിയോ എങ്കിൽ രേണുവിനോട് ഒരു റിക്വസ്റ്റ് അല്ല, അറിയാവുന്ന ഒരു കാര്യം ഷെയർ ചെയ്യാണ്. പറ്റുമെങ്കിൽ രേണുവിൻ്റെ വീഡിയോകളുടെ ലെങ്ത് ഒന്ന് കൂട്ടുക. അത് നിങ്ങൾക്ക് തന്നെ ഗുണമാകും, രേണുവിന് തന്നെ അത് ഗുണമാകും. എന്നിട്ട് നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നത് അവരുടെ വീഡിയോകൾ കാണുക. അവർക്ക് അതിനകത്തുനിന്ന് പൈസ കിട്ടും. അവർക്ക് ഇനി അതേ ഉള്ളൊരു ഓപ്ഷൻ, മനസ്സിലായില്ലേ? വേറെ ഓപ്ഷൻസ് ഒന്നും ഇല്ല. എനിക്ക് തോന്നുന്നില്ല ഇനി ഇപ്പം ഈ മറ്റേ സിനിമ എന്നൊക്കെ രേണു പറയുന്ന പരിപാടി, അല്ലെങ്കിൽ ഷോർട്ട് ഫിലിം ആൽബംസ്, അല്ലെങ്കിൽ ഇനോഗ്രേഷൻ, ഇങ്ങനെയുള്ള ഇനോഗ്രേഷൻ പോലുള്ള പരിപാടികൾക്കൊക്കെ രേണുവിന് പോകാൻ പറ്റും. എനിക്കറിയില്ല, അതിനെപ്പറ്റി പോകാൻ പറ്റട്ടെ രേണുവിനെ ആളുകൾ വിളിക്കട്ടെ എന്നൊരാഗ്രഹം ഇപ്പോൾ ഉണ്ട്. പക്ഷെ അറിയില്ല നമുക്ക് എത്രത്തോളം അത് നടക്കുമെന്ന്. അതുകൊണ്ട് തന്നെ നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നത് അവരുടെ വീഡിയോകൾ കാണുക. പിടികിട്ടിയോ? അസുഖം മാറട്ടെ. എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളെ ഇപ്പം ഞാനിവിടെ കാണിക്കുന്ന ആ ഒരു വീഡിയോ എനിക്ക് മുഴുവനായിട്ട് ഞാനത് കേൾക്കുന്നതേ ഉള്ളൂ. എനിക്കത് കാണാൻ വയ്യ ഒരു പരിധിക്കുള്ള. എന്തോ എവിടെയോ ഒരു സങ്കടം വരുന്നു. ആരൊക്കെയാണെന്ന് പറഞ്ഞാലും, മനസ്സിലായില്ലേ? എന്തൊക്കെയാണെന്ന് പറഞ്ഞാലും ഒരാൾക്ക് അസുഖം എന്ന് പറയുന്നത്, ഇതുപോലുള്ളൊരു അസുഖം വരുമ്പോഴത്തേക്ക് ഒരിക്കലും നമ്മൾ കല്ല് പിന്നെ വലിച്ചെറിയാതിരിക്കുക. ഈ മറ്റേ ആ പോസ്റ്റ് ഇട്ടവനോടൊക്കെയാണ്, എൻ്റെ പൊന്നുമോനെ സമ്മതിക്കണം നിന്നെയൊക്കെ, ഏത് ചിരിക്കുടുക്കുകയാണെങ്കിലും കഷ്ടം. അതൊക്കെ വളരെ മോശം പരിപാടി. ബാക്കി കുറച്ചും കൂടെ പേജിൻ്റെ മുകളിൽ തന്നെ കിടപ്പുണ്ട്, നിങ്ങൾ അവളെ കോൺടാക്ട് ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് അറിയാലോ എൻ്റെ അസുഖം ബ്രസ്റ്റിൽ മാത്രമല്ല, കഴല, കർഷം, ഹാർട്ട്, മസിൽ, അങ്ങനെ കുറച്ച് സ്ഥലങ്ങളിലേക്കൊക്കെ വ്യാപിച്ചിട്ടുണ്ട്. സോ അതിനുള്ള ചികിത്സയൊക്കെ നല്ല പൈസയാകും. അതുകൊണ്ടാണ് ഞാൻ സബ്സ്ക്രിപ്ഷനും അതുപോലെ തന്നെ യൂട്യൂബ് ചാനലും ഇപ്പം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. സബ്സ്ക്രിപ്ഷൻ അതുപോലെ തന്നെ കിടപ്പുണ്ട്, ഞാനൊന്നും ഇടുന്നില്ല. എല്ലാവർക്കും അറിയാമല്ലോ, എൻ്റെ അവസ്ഥ അറിയാമല്ലോ. അപ്പോൾ ഞാൻ യൂട്യൂബ് ചാനലുമായിട്ട് എൻ്റെ അപ്ഡേഷൻസും കാര്യങ്ങളും തരുന്നത് തന്നെ എനിക്ക് ആ ഒരു പൈസയുടെ ആവശ്യത്തിന് വേണ്ടി മാത്രമാണ്. കാരണം എനിക്ക് ഇപ്പോൾ ജോലി ചെയ്യാൻ പറ്റത്തില്ല. എനിക്ക് പൈസ ഉണ്ടെങ്കിൽ എനിക്ക് തുടർ ചികിത്സകളൊക്കെ നടത്താൻ പറ്റത്തുള്ളൂ. നല്ല പൈസ ആവും, നിങ്ങൾക്ക് അറിയാമല്ലോ. അതൊട്ടും നമുക്കത് തികയോന്നും അറിയില്ല, ഉറക്കം വരുന്നു. അപ്പോൾ ഒരുപാട് സ്നേഹമുള്ള ആളുകൾ എന്നെ കാണാൻ വന്നു. എനിക്കതിൽ ഒരു ദൂരെ നിന്ന് രേണു ഞങ്ങളുണ്ട്, അല്ലെങ്കിൽ ഇവിടെ വന്ന് എന്നെ ഒന്ന് കാണുമ്പോൾ എനിക്കുണ്ടാകുന്നൊരു സന്തോഷം, അതെൻ്റെ ജീവിതത്തിൽ പറഞ്ഞറിയിക്കാൻ പറ്റാത്ത സന്തോഷം. ഒരാൾ വന്നാൽ ഒരാൾ വന്നില്ല, അവരുടെ പേര് പറഞ്ഞില്ലെന്ന് പറയും. ഇപ്പോൾ പ്രധാനപ്പെട്ട എൻ്റെ എന്താ പറയുക, മാനേജറൊക്കെ വന്നു, എൻ്റെ കരിഷ്മയൊക്കെ വന്നു, അത് മാത്രം പറയാമല്ലോ. ബാക്കി ഒരുപാട് പേര് നല്ല ആൾക്കാർ വന്നു, എന്നെ സ്നേഹിക്കുന്നവർ വന്നു. പക്ഷെ അതൊന്നും പറയുന്നില്ല, കാരണം ഒരാളുടെ പേര് പറഞ്ഞ ഒരാളുടെ പേര് പറഞ്ഞില്ലെന്ന് പറയാം. അതുകൊണ്ടാണ് ഒരുപാട് പേര് വന്നു. എനിക്ക് ഒത്തിരി സന്തോഷമായി. എന്നെ ഇത്രത്തോളം ജനങ്ങൾ സ്നേഹിക്കുന്നുണ്ടല്ലോ, കരുതുന്നുണ്ടല്ലോ എന്നറിഞ്ഞപ്പം എൻ്റെ ജീവിതത്തിലെ പ്രയാസഘട്ടത്തിലാണ് ഞാൻ കടന്നു പോകുന്നത്. സത്യം പറഞ്ഞാൽ ഹോസ്പിറ്റലിൽ പോകുമ്പോൾ ഒരുപാട് പേരെന്നെ ചേർത്ത് നിർത്താൻ ആളുകളുണ്ട്, രോഗികളായാലും കൂടെ നിൽക്കുന്നവരായാലും ഒക്കെ. അപ്പം എൻ്റെ എങ്ങനെ പറയണോന്ന് അറിയത്തില്ല. നന്ദി. ഒരുപാട് പേര് വിളിച്ച് എന്നെ ചോദിക്കുന്നുണ്ട്, മീൻസ് സ്നേഹിതരായിട്ടും ഒക്കെ. അവരുള്ള പോലെ എൻ്റെ കയ്യിൽ എന്തെങ്കിലും വെച്ച് തന്നിട്ട് മരുന്ന് മേടിക്കാൻ പറയുന്നുണ്ട്. അതൊക്കെ എൻ്റെ ലൈഫിലെ ഏറ്റവും വലിയ സന്തോഷമാണ്. പക്ഷേ ഞാൻ എങ്ങും പിരിവ് നടത്താൻ പറഞ്ഞിട്ടില്ല. എൻ്റെ പേരിൽ ആരെങ്കിലും അങ്ങനെ പിരിവ് നടത്തുന്നുണ്ടെങ്കിൽ അത് എൻ്റെ സമ്മതത്തോടു കൂടിയോ അറിവോടു കൂടിയോ അല്ല എന്ന് പറയാനാണ് ഞാൻ അർജൻറ്റായിട്ട് എൻ്റെ ഈ യൂട്യൂബ് ചാനൽ വീഡിയോ ആയിട്ട് വന്നത്. പിന്നെ മറ്റൊന്നും എനിക്ക് പറയാനില്ല. നിങ്ങൾ പ്രാർത്ഥിക്കുക.
മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട് എനിക്ക് ധൈര്യം നൽകാൻ നിങ്ങൾ മറ്റൊന്നും എനിക്ക് പറയാനില്ല, നിങ്ങൾ പ്രാർത്ഥിക്കുക. എനിക്ക് മുന്നോട്ട് പോകാനുള്ള ധൈര്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക. വേറെ കൂടുതലായിട്ട് എനിക്കൊന്നും പറയാനില്ല. പിക്ക് ലൈനിൻ്റെ ഒരു വേദനയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് ഞാൻ മൂടിയിട്ടേക്കുവാണ്, സ്ട്രെസ് ചെയ്യുന്നുണ്ട് അതിൻ്റെ. ഈ നമ്മൾ പറയുന്ന പോലെ മെഡിക്കൽ കോളേജിൽ ചിലവില്ലെന്നൊന്നും പറയില്ല, നല്ല ചിലവുണ്ട്. ഈ ട്രീറ്റ്മെൻറ്റിന് നിങ്ങൾക്കറിയാം, ക്യാൻസർ രോഗികളായിട്ടുള്ള ആരെങ്കിലും എവിടെയെങ്കിലും നിങ്ങൾ ഇവിടെ ഇരുന്ന് ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ അവർക്ക് വീട്ടുകാർക്കും അവരുടെ വീട്ടുകാർക്കും അവർക്കൊക്കെ അറിയാം, നല്ല ചിലവുണ്ട്. വെറുതെ ഒന്നും മെഡിസിൻസും കാര്യങ്ങളും അതുപോലെ ട്യൂബും കാര്യങ്ങളൊക്കെ ഒരുപാട് ചിലവുണ്ട്. അപ്പോൾ അതിനൊക്കെ എനിക്ക് പൈസ വേണം. അപ്പോൾ നിങ്ങൾ കൂടുതലും എൻ്റെ സബ്സ്ക്രിപ്ഷനും അതുപോലെ എൻ്റെ യൂട്യൂബ് ചാനലും ഒക്കെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. എനിക്ക് നിങ്ങളെപ്പോലെ തന്നെ പഴയ പോലെ തന്നെ മിടുക്കി കുട്ടിയായിട്ട് ഓടി നടക്കാൻ എനിക്കും ആഗ്രഹമുണ്ട്. നിങ്ങളെന്നെ എന്താ പറയുക, കഴിഞ്ഞ ദിവസം നിങ്ങളെന്നെ എന്നെക്കുറിച്ച് പ്രാർത്ഥിച്ചില്ലെങ്കിലും കഴിഞ്ഞ ദിവസം ചെയ്ത പോലെ ആദരാഞ്ജലികൾ പോസ്റ്റൊക്കെ ഇടാതിരിക്കുക. കാരണം എന്നെ സ്നേഹിക്കുന്ന ഒരുപാട് പേരുണ്ട്. എൻ്റെ കുഞ്ഞു മോനുണ്ട്, അവർക്കൊക്കെ കാണുമ്പോൾ അത് വിഷമമാകും. സോ എൻ്റെ ചാനൽ എനിക്കും അത്രേ പറയാനുള്ളൂ. സബ്സ്ക്രൈബൊക്കെ ചെയ്തേക്കുക. ഇനി മനസ്സിലായില്ലേ? സബ്സ്ക്രൈബൊക്കെ ചെയ്യുക. മാക്സിമം രേണുവിൻ്റെ വീഡിയോകളൊന്ന് കാണുക. പിന്നെ രേണു പറയുന്നത് പോലെ ഈ പൈസ വെച്ചുള്ള നിർത്തട, മനസ്സിലായോ? അവർക്ക് വയ്യ, അവർ ജീവിക്കട്ടെ. അവരുടെ പുറകെ ഇങ്ങനെയുള്ള പരിപാടികൾ കുറച്ച് ഓവറായിട്ട് ഇത് ചെയ്യുന്നവർക്ക് തോന്നുന്നില്ലേ? അവരുടെ പേരിൽ കാശ് പിരിക്കുന്നത്. അല്ല, ഇനിയിപ്പോൾ കാശ് പിരിക്കുന്നുണ്ടെങ്കിൽ അത് അവരുടെ കൊടുക്കുവാണെങ്കിൽ ഓക്കെ. അതൊന്നും കാണത്തില്ല എന്തായാലും. അവരുടെ പേരും പറഞ്ഞ് കാശ് പിരിച്ചിട്ട് പുട്ടടിക്കുകയായിരിക്കും. അതിനേക്കാട്ടിലും നല്ല വല്ല കക്കാരും പോകുന്നതാണ്. പിന്നെ ആ ഒരു അസുഖത്തിൻ്റെ ചിലവ്, അതിപ്പം രേണു പറഞ്ഞിട്ട് വേണം നിങ്ങളെല്ലാവരും അറിയാൻ എന്നെനിക്ക് തോന്നുന്നില്ല. എല്ലാവർക്കും അറിയാവുന്നതാണ്. അത്യാവശ്യം ഗവൺമെൻറ് ഹോസ്പിറ്റലാണെങ്കിൽ പോലും നല്ല ചിലവാണ്, മനസ്സിലായില്ലേ? പ്രൈവറ്റ് ഹോസ്പിറ്റലിലെ കാര്യം പിന്നെ പറയണ്ടല്ലോ. ഗവൺമെൻറ് ഹോസ്പിറ്റലാണെങ്കിൽ പോലും നല്ല ചിലവുള്ളൊരു അസുഖമാണ് രേണുവിനുള്ളത്. എത്രയും പെട്ടെന്ന് അസുഖം മാറട്ടെ എന്നേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. മാറട്ടെ. ഒരു ശത്രുവിന് പോലും, ഇടയ്ക്കിടയ്ക്ക് ഞാൻ പറയുന്നൊരു കാര്യമാണ്, പല വീഡിയോകളിലായിട്ടാണെങ്കിലും ഒരു ശത്രുവിന് പോലും നമ്മൾ ഒരിക്കലും വരാൻ ആഗ്രഹിക്കാത്തൊരു അസുഖമാണ് ഈ ക്യാൻസർ എന്ന് പറയുന്നത്. അതാണിപ്പോൾ രേണുവിനെ പിടിപെട്ടിരിക്കുന്നത്. രേണു പറയുന്നത് പോലെ തന്നെ അവർക്ക് ഇനിയൊരു ഓപ്ഷൻ എന്ന് പറയുന്നത് മുന്നോട്ട് പോകാനായിട്ട് കാശ്, അത് അത്യാവശ്യമാണ്. നിങ്ങൾക്കും എനിക്കും അവർക്കും ഒക്കെ അത്യാവശ്യമാണ്. നമുക്ക് ജീവിക്കാൻ സാധാരണ രീതിയിലുള്ളൊരു ജീവിതത്തിന് പോലും നമുക്ക് ഈ ക്യാഷ് അത്യാവശ്യമാണ്. അപ്പോൾ പിന്നെ അവരുടെ ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ അവർക്ക് നല്ല രീതിയിൽ പൈസ അത്യാവശ്യമാണ്. അപ്പോൾ അതിന് നമുക്ക് ചെയ്തു കൊടുക്കാൻ പറ്റുന്ന ഒരു കാര്യം, ആ വീഡിയോ അവരുടെ യൂട്യൂബിൽ വരുന്നത്, അത് രേണുവിനോടുള്ള ഒരു അഭിപ്രായം പോലെ ഞാൻ രേണുവിനോടും പറയുകയാണ്. വീഡിയോസിന് കുറച്ച് ലെങ്ത്ത് കൂട്ടാൻ നോക്കുക, വീട്ടിലെ കാര്യങ്ങളൊക്കെ കാണിക്കുക, ആൾക്കാർ കണ്ടിരുന്നോളും. മനസ്സിലായില്ലേ? നിങ്ങളുടെ വീഡിയോകൾ ഇനി വരുമ്പോൾ എന്തായാലും ആൾക്കാർ കണ്ടിരുന്നോളും. മാക്സിമം ആൾക്കാരിലേക്ക് കുറച്ച് ലെങ്ത്തുള്ള വീഡിയോകൾ എത്തിക്കുക, ആൾക്കാർ കാണട്ടെ, നിങ്ങൾക്ക് പൈസ കിട്ടട്ടെ, നിങ്ങളുടെ അസുഖങ്ങൾക്ക് ആ ഒരു വലിയ അസുഖത്തിൽ നിന്ന് നിങ്ങൾ രക്ഷപ്പെടട്ടെ. എനിക്കിതാണ് പറയാനുള്ളത്. ഞാൻ എൻ്റെ അഭിപ്രായം പറഞ്ഞു. നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ. അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് എത്രയും പെട്ടെന്ന് കാണാം. അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും സ്റ്റേ ട്യൂൺഡ് ആൻഡ് സ്റ്റേ വിയർഡ്.